ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നടന്ന നമ്മുടെ ഇന്റഗ്രേഷൻ 2 അതായത് ഡേ 2 എക്സാം മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് മിസ്സിന് അറിയാം. കാരണം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മക്കൾക്ക് ചോദിച്ചിട്ടുള്ളത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി ഫുൾ മാർക്ക് സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് നടന്ന ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഓരോ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇനി അഥവാ തെറ്റിപ്പോയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ശരിയാക്കിയുള്ള മക്കൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കുമല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? പലഹാരങ്ങൾ തരംതിരിക്കൂ. ഇനി കുറേ പലഹാരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ദോശ, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയിട. ഇങ്ങനെ കുറേ പലഹാരങ്ങൾ ഇവിടെ കാണാം. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വെക്കണേ. അപ്പൊ ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എങ്ങനെയാ മക്കൾ എഴുതുക? ഇതേ 3 ടേബിൾ നമ്മൾ ആക്കണം. അതിൽ ഒരു ടേബിളിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട് ചുട്ടെടുക്കുന്നവ, ഇവിടെ വറുത്തെടുത്തത് എന്ന് എഴുതാം, ഇവിടെ ആവിയിൽ വേവിച്ചത് എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതാം? ദേ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നോക്കി എഴുതാൻ മതി. ആവിയിൽ വേവിക്കുന്നവ, ചുട്ടെടുക്കുന്നവ, വറുത്തെടുക്കുന്നവ. ഇനി നോക്കിക്കേ, തന്നിരിക്കുന്ന പലഹാരങ്ങളില് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളാണ് പുട്ട്, നൂലപ്പം, കൊഴുക്കട്ട, ഇലയട. ഇത് 4 എണ്ണം ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ ടേബിൾ സെറ്റായി. ഇനി അടുത്തത് ചുട്ടെടുക്കുന്നവ. ചുട്ടെടുക്കുന്ന ആളുകളാണ് ദോശ, ചപ്പാത്തി, പത്തിരി, ഓട്ടട. ഈ 4 എണ്ണം ഇവിടെ എഴുതി കഴിഞ്ഞാൽ ചുട്ടെടുക്കുന്നവ എന്ന് പറയുന്ന ടേബിൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് വറുത്തെടുത്തത്. വറുത്തെടുക്കുന്ന എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനങ്ങളാണ് കുഴലപ്പം, പഴംപൊരി, അച്ചപ്പം, ഉണ്ണിയപ്പം. അപ്പൊ ഇതുപോലെയല്ലേ മക്കൾ എഴുതിയിട്ടുള്ളത്? അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് ആവിയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതുകൂടാതെ തന്നെ ചുട്ടെടുക്കുന്നത് ഏതൊക്കെയാണ്, വറുത്തെടുക്കുന്നത് ഏതൊക്കെയാണ്, ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടി. ഇനി ഇതേ താഴെ വേറൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേവിക്കാതെ കഴിക്കാവുന്ന 2 ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളിൽ ആദ്യമുള്ളൊരു സാധനമാണ് പഴവർഗ്ഗങ്ങൾ. പഴങ്ങൾ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, ഇങ്ങനെ എന്തെഴുതി കഴിഞ്ഞാലും നമ്മുടെ കൈതച്ചക്കാന്ന് എഴുതണം കേട്ടോ. എന്തെഴുതി കഴിഞ്ഞാലും ഇവിടെ മാർക്ക് കിട്ടി. പിന്നെ മോര്, തൈര്, ഇതൊന്നും വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളാണ്. മനസ്സിലായ മക്കൾക്ക്? അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ആമിയും അമ്മയും ഇവർ പറയുന്നത് എന്താണ് എഴുതൂ. അപ്പൊ ഇവിടെ ഒരു സംഭാഷണമാണ് ഉള്ളത്. അപ്പൊ അമ്മയുണ്ട്, ആമിക്കുട്ടിയുണ്ട്. അപ്പൊ ആദ്യം നോക്കിക്കേ, അമ്മ എന്താ പറയുന്നത്? അമ്മ പറയാണ്, മോളെ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആമിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഇവിടെ നോക്കിക്കേ, കുറേ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? ദോശ, പുട്ട്, കുഴലപ്പം, ഇതിനെല്ലാം തരംതിരിച്ച് നമ്മൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആമിക്കുട്ടി പറയാ? ആമിക്കുട്ടി പറയാണ്, അതേ അമ്മ, പലതരം പലഹാരങ്ങൾ കൊണ്ടുവന്നു അല്ലെ? എല്ലാവരും പലതരം പലഹാരങ്ങൾ കൊണ്ടുവന്നു എന്ന് എഴുതാം. അപ്പൊ എന്തൊക്കെയായിരുന്നു എന്ന് അമ്മ ചോദിക്കുകയാണ് അല്ലെ? എന്തൊക്കെ പലഹാരങ്ങളായിരുന്നു? ഇനി അപ്പൊ എന്തായിരിക്കും ആമി പറയാ? ആവിയിൽ വേവിച്ചതും വറുത്തെടുത്തതും ചുട്ടെടുത്തതും, അങ്ങനെ പലതരം അല്ലെ? പലതരം വേവിക്കാത്ത ആഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, മോൾക്ക് ഏതാ ഇഷ്ടായത്? ഏത് പലഹാരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അപ്പൊ നമ്മുടെ ആമിക്കുട്ടി എന്ത് പറഞ്ഞു? എനിക്ക് ആവിയിൽ വേവിച്ച നൂലപ്പം ഇഷ്ടമായി. അപ്പൊ ഏത് പലഹാരം എഴുതി കഴിഞ്ഞാലും ഇതുപോലെ മക്കൾ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത നമ്മുടെ മാത്സ് ഗണിതത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. വിജയ് ആര്? കൂട്ടങ്ങൾ ചേർത്ത് സംഖ്യ എഴുതൂ. ഇവിടെ പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള, പിന്നെ എണ്ണം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ആമി, ജാനി, മനു. അപ്പൊ ആമിയുടെ കയ്യിൽ പച്ച 10 എണ്ണം ഉണ്ട്, ചുവപ്പ് 10 എണ്ണം ഉണ്ട്, 10 മഞ്ഞ മുത്തുകളുണ്ട്, 3 വെള്ള മുത്തുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഉത്തരം കിട്ടും. എങ്ങനെയാ നമ്മൾ കൂട്ടുക? 10 + 10 +
10 പ്ലസ് 3. അപ്പൊ നോക്കിക്കേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 10ന്റെ കൂടെ 10 കൂട്ടുന്നു. 10ന്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ്? 0ന്റെ കൂടെ 0 കൂട്ടിയാൽ 0 ആണ്. 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 20 കിട്ടി. അപ്പൊ ഇത് രണ്ടും നമ്മൾ കൂട്ടി. ഇനി അടുത്ത നോക്കിക്കേ, ഇനി ആരാ കൂട്ടാനുള്ളത്? ഇനി 20ന്റെ കൂടെ ഈ 10 കൂട്ടുന്നു. 20 പ്ലസ് 10 എത്രയാണ്? 0. 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. ഇനി ഇതും കഴിഞ്ഞു. ഇനി നോക്കിക്കേ, 30ന്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂട്ടണം. 3 എഴുതി. 0ത്തിന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാലും ആ സംഖ്യയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 33. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, ജാനിയുടെ കയ്യില് പച്ച 10 മുത്തുകൾ, റെഡ് കളർ എത്രയുണ്ട്? 10 ഉണ്ട്, യെല്ലോ കളർ 9 ആണ് ഉള്ളത്. അപ്പൊ ഇതെങ്ങനെ കൂട്ടുക? ആദ്യം 10 പ്ലസ് 10 പ്ലസ് 9. അപ്പൊ 0 0 9 കൂട്ടിയാൽ എത്രയാണ്? ഏത് സംഖ്യയുടെ കൂടെ 0 കൂട്ടിയാൽ ആ സംഖ്യ തന്നെയാണ് നമുക്കറിയാം. ഇനി 1ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 2. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 29. അത് ദേ മിസ് ഇവിടെ എഴുതി. ഇനി അടുത്ത നമുക്ക് നോക്കിയാലോ. അടുത്ത നമ്മുടെ മനു ആണ് അല്ലെ. മനുവിന് എത്ര മുത്തുകൾ ഉണ്ട് നോക്കാം. മനുവിന് 10 പച്ചമുത്തുകൾ, 10 ചുവപ്പ് മുത്തുകൾ, 10 മഞ്ഞ മുത്തുകൾ. അപ്പൊ 10 പ്ലസ് 10 പ്ലസ് 10 ചെയ്യണം. 10 പ്ലസ് 10 പ്ലസ് 10 എത്രയാ? 0 0 0 ചേർത്താൽ 0 തന്നെയാണ്. 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. അപ്പൊ 30 എന്ന് കിട്ടി. അപ്പൊ ആമിക്കുട്ടിക്ക് ആകെ എണ്ണം 33 ആണ്. ഇനി അതേപോലെ നമ്മുടെ ജാനിക്കുട്ടിക്കോ 29 ആണ്. ഇനി മനുവിനാണെങ്കിലോ 30 ആണ്, 30 ആണ് കിട്ടിയിട്ടുള്ളത്. ആരാണ് വിജയിച്ചത്? അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള സംഖ്യകൾ നോക്കിക്കേ, 33, 29, 30. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അവരാണ് വിജയിച്ചത്. ഏതാ വലുത്? യെസ്, 33 ആണ് വലിയ സംഖ്യ. അതിന് തൊട്ട് താഴെ വരുന്നതാണ് 30. ഏറ്റവും ചെറുതാരാണ്? 29 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആരാ ജയിച്ചത്? ആമി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, ഏറ്റവും കുറവ് മുത്ത് കോർത്തത് ആരാണ്? ഏറ്റവും കുറവ് ഏതാണ് ഇതില്? 33 വലുതാണ്, അതിനേക്കാൾ ചെറുതാണ് 30. 30നേക്കാൾ ഒരു കുട്ടി നമ്പർ ഉണ്ടല്ലോ ഇവിടെ, അത് ഏതാണ്? യെസ്, 29 ആണ് അല്ലെ. 29 കഴിഞ്ഞിട്ടാണ് 30, 30 കഴിഞ്ഞ് 31, 32, അത് കഴിഞ്ഞാണ് 33. അപ്പൊ ഏറ്റവും ചെറുത് 29. അത് ആർക്കാ കിട്ടിയിട്ടുള്ളത് നോക്കിക്കേ? നമ്മുടെ ജാനിക്കുട്ടിക്കാണ് അല്ലെ. അപ്പൊ ജാനി എന്ന് എഴുതാ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, വളകളിടാം. 11 വളകൾ 2 കയ്യിലുമായി എങ്ങനെയെല്ലാം ഇടാം? അപ്പൊ ആകെ വളകൾ എത്രയാണ്? 11. ഇതേപോലുള്ള ഒരു ചോദ്യം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നോക്കിക്കേ, ആമി വലത് കയ്യില് 6 വളയും ഇടത് കയ്യില് 5 വളയും ഇട്ടിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിൽ 6ഉം ലെഫ്റ്റ് ഹാൻഡിൽ 5 അല്ലെ, 5 ബാങ്കിൾസ് ഇട്ടിട്ടുണ്ട്, വള ഇട്ടിട്ടുണ്ട്. അപ്പൊ എത്ര? 6 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. ഇനി 11നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 11നെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും മക്കളെ? 10 പ്ലസ് 1 എന്ന് എഴുതാം. പിന്നെയോ അടുത്തത് 9 പ്ലസ് 2, ഒന്ന് കൂടുക അല്ലെ. ഇവിടെ ഒന്ന് കുറച്ച് എഴുതാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എന്ന് എഴുതാം. എല്ലാം കുറഞ്ഞു കുറഞ്ഞ് ഓരോന്ന് കുറച്ച് കുറച്ച് എഴുതാം. ഇനി ഇവിടെ എന്ത് എഴുതാം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇതിൽ ഏത് സംഖ്യ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇവിടെ 6ഉം 5ഉം എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം? നമ്മൾ എഴുതിയ പോലെ 10 പ്ലസ് 1 എത്രയാണ്? 11 ആണ്. ഇനിയോ 10ന്റെ കുറച്ച് താഴെ, 10ൽ നിന്ന് 1 കുറച്ചാൽ 9. 9 പ്ലസ് 1 കൂട്ടിയാൽ 2. 9 പ്ലസ് 2 എത്രയാണ്? 11 ആണ്. ഇനി 8 പ്ലസ് 3 എത്രയാണ്? 11 ആണ്. 7 പ്ലസ് 4 എത്രയാണ്? വീണ്ടും 11 ആണ്. 5 പ്ലസ് 6 11 ആണ്. അപ്പൊ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടണം? 11 കിട്ടണം. അതേപോലെ നമ്മൾ വേർതിരിച്ച് എഴുതി കഴിഞ്ഞാൽ മക്കളെ ഈ ചോദ്യത്തിന് നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാൻ പറ്റി. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഇതിലേത് നമ്പർ എഴുതി കഴിഞ്ഞാലും മക്കൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇതിലേത് നമ്പർ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത എക്സാമിനും ഇതേപോലെ നല്ല മാർക്കൊക്കെ മക്കൾ എല്ലാവരും സ്കോർ ചെയ്യാം കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.